ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 8th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തരം PSC എക്സാമുകൾക്കും ആവശ്യമാണ് ഇപ്പോൾ SCERT പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പേ നമ്മൾ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ഒരു സീരീസായിട്ട് എല്ലാ പാഠഭാഗങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, പോയി കാണാം. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. വീഡിയോ മൊത്തത്തിൽ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമെന്ന് തെളിയിക്കപ്പെട്ട ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ. കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമെന്ന് തെളിയിക്കപ്പെട്ട ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക്. വിത്തും വളങ്ങളുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്ന കൃഷിരീതിയെ പറയുന്നതാണ് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറൽ, HEIA എന്ന് ഷോർട്ട് ഫോമിലുണ്ട്. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറൽ എന്താണ്? വിത്തും വളങ്ങളുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്ന കൃഷിരീതിയാണ് HEIA, ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറൽ. ഇനി വേറൊരു ക്വസ്റ്റ്യനായിട്ട് HEIA എന്താണെന്ന് ചോദിക്കാം കേട്ടോ. അതിൻ്റെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിരീതി ഏതാണ്? LEISA, അതായത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. വിത്തും വളങ്ങളും എല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്ന കൃഷിരീതിയെ പറയുന്നത് HEIA, ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറൽ എന്നാണെങ്കിൽ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിരീതിയെ പറയപ്പെടുന്നത് LEISA എന്നാണ്, അതായത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. മാറിപ്പോവരുത്. ഇനി കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കുന്നതിനായി വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്ന കൃഷിരീതി. കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കുന്നതിനായിട്ട് വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്ന കൃഷിരീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. എന്താണ്? പോളി ഹൗസ് ഫാമിംഗ്. അടുത്തത് പ്രധാന കന്നുകാലി ഇനങ്ങൾ നോക്കാം. പശുവിൻ്റെ ഏതൊക്കെ ഇനങ്ങളാണ്? ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. എരുമയോ? മുറ, നീലിരവി, ബദാവരി. എരുമയുടെ ഇനങ്ങളാണ് മുറ, നീലിരവി, ബദാവരി. ആട് തലശ്ശേരി, ജംന പ്യാരി, ബോയർ. തലശ്ശേരി, ജംന പ്യാരി, ബോയർ. അടുത്തത് കോഴിയുടെ അതുല്യ, വൈറ്റ് ലഗോൺ, ഗ്രാമലക്ഷ്മി. അതുല്യ, വൈറ്റ് ലഗോൺ, ഗ്രാമലക്ഷ്മി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓരോന്നും പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തതായിട്ട് സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളെ പറയുന്നത് എന്താണ്? ടാക്സോണമിക് കീ എന്നാണ്. ടാക്സോണമിക് കീ. സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ബേസിക് ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ഏത് രാജ്യത്തു നിന്നാണ്? ഗ്രീസിൽ നിന്നാണ് കേട്ടോ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ, രാജ്യം ഗ്രീസ്. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തത് എന്നിങ്ങനെ തരം തിരിച്ച വ്യക്തിയും ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞു ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസും എവിടെ നിന്നാണ്? ഗ്രീസിൽ നിന്നാണ്. രണ്ടുപേരുടെയും രാജ്യം ഗ്രീസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. രണ്ടുപേരുടെയും രാജ്യം ഗ്രീസ്. അടുത്തത് നോക്കാം. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരം തിരിച്ചത് ആരാണ്? സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരം തിരിച്ചത് ആര് തന്നെയാണ്? സസ്യശാസ്ത്രത്തിൻ്റെ പിതാവായ തിയോഫ്രാസ്റ്റസ് തന്നെയാണ്. ആയുർവേദത്തിൻ്റെ പിതാവ് ആരാണ്? ചരകനാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്, ആയുർവേദത്തിൻ്റെ പിതാവ് ചരകൻ.
ഓക്കെ. ഇനി ആയുർവേദത്തിൻ്റെ പിതാവ് ചരകൻ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് AD 1-ാം നൂറ്റാണ്ടിലാണ്. AD 1-ാം നൂറ്റാണ്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. AD 1-ാം നൂറ്റാണ്ട്. ഗ്രന്ഥം ചരക സംഹിത. അടുത്തത് ഹിസ്റ്റോറിയ ജനറാലിസിസ് പ്ലാന്റം രചിച്ചത് ആരാണ്? ജോൺ റേ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ? ജോൺ റേ തന്നെയാണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഹിസ്റ്റോറിയ ജനറാലിസിസ് പ്ലാന്റം എന്ന കൃതി രചിച്ചതും ജോൺ റേ ആണ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിമാന പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് ആണ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിമാന പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി കാൾ ലിനേയസ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് തന്നെയാണ്? കാൾ ലിനേയസ് തന്നെയാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവും കാൾ ലിനേയസ് ആണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? സ്വീഡനിലാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനേയസ് ജനിച്ചത് എവിടെയാണ്? സ്വീഡൻ. ഓക്കെ. അടുത്തത് നോക്കാം. വർഗീകരണത്തിലെ അടിസ്ഥാന തലം എന്നറിയപ്പെടുന്നത് എന്താണ്? സ്പീഷീസ് ആണ്. വർഗീകരണത്തിലെ അടിസ്ഥാന തലം എന്നറിയപ്പെടുന്നത് സ്പീഷീസ്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. ഇനി ഈ ജീനസുകൾ ചേർന്നുണ്ടാകുന്നത് എന്താണ്? ഫാമിലിയാണ്. സമാനമായ സ്പീഷീസുകൾ കൂടി ചേർന്നുണ്ടാകുന്നത് ജീനസ് ആണ്. ജീനസുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫാമിലി ഉണ്ടാകുന്നത്. ഫാമിലികൾ കൂടി ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ഓർഡർ. ഓക്കെ. ഇങ്ങനെ ഉണ്ടാകുന്ന ഓർഡറുകൾ കൂടി ചേർന്നുണ്ടാകുന്നവയാണ് ക്ലാസ്. ഇനി ഈ ബന്ധപ്പെട്ട ക്ലാസുകൾ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് കിങ്ഡം എന്ന് പറയുന്നത്. ഓരോന്നിനും അതേ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ആദ്യം എന്താ ഉണ്ടാകുന്നത്? അടിസ്ഥാന തലം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. ഇനി ജീനസുകൾ ചേർന്നുണ്ടാകുന്നതാണ് ഫാമിലി. ഫാമിലികൾ ചേർന്ന് ഓർഡർ ഉണ്ടാകുന്നു. ഓർഡറുകൾ ചേർന്നുണ്ടാകുന്നവ ക്ലാസ്. ബന്ധപ്പെട്ട ക്ലാസുകൾ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് കിങ്ഡം. ഓക്കെ. അപ്പോൾ ആ ഒരു ഓർഡർ എങ്ങനെയാണ് വരുന്നത്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, കിങ്ഡം. ഈ ഒരു പ്രത്യേക രീതിയിലാണ് വരുന്നത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, കിങ്ഡം. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ. അടുത്ത നമ്മൾ കുറച്ച് ശാസ്ത്രീയ നാമങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ 1-2 ബേസിക് ആയിട്ടുള്ളതാണ്, നമ്മൾ പലപ്പോഴും കേട്ട് പരിചയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നായയുടെ ശാസ്ത്രീയ നാമം എന്താ? കാനിസ് ഫെമിലിയാരിസ്. കാനിസ് ഫെമിലിയാരിസ് ആണ് നായയുടെ ശാസ്ത്രനാമം. ആര്യവേപ്പ് അസാഡിറാക്ട ഇൻഡിക്ക. അസാഡിറാക്ട ഇൻഡിക്ക. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. കോർവസ് സ്പ്ലെൻഡൻസ്. പശു ബോസ് ടോറസ്. ബോസ് ടോറസ്. പൂച്ചയ്ക്ക് പറയുന്നത് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഫെലിസ് ഡൊമസ്റ്റിക്കസ്. നായയുടെ എന്താണ്? കാനിസ് ഫെമിലിയാരിസ്. ആര്യവേപ്പ് അസാഡിറാക്ട ഇൻഡിക്ക. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. പശു ബോസ് ടോറസ്. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഓക്കെ. അടുത്ത് നോക്കാം. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? കൗൾ വൗസ് ആണ്. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് കൗൾ വൗസ്. മാഗ്നീഷ്യം HCl ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്ന് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? മഗ്നീഷ്യവും HClഉം കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനം ഏതാ? പ്രകാശ സംശ്ലേഷണം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ബേസിക് സയൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും കേട്ടോ. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനം പ്രകാശ സംശ്ലേഷണം. ഗ്ലൂക്കോസ് തന്മാത്രയുടെ രാസസൂത്രം എന്താ? C6H12O6. C6H12O6. അടുത്തത് നമ്മൾ കുറച്ച് സെല്ലുകളും അതിൻ്റെ ഉപകരണങ്ങളും, അത് ഏത് ഉപകരണത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കുകയാണ്. അപ്പോൾ 4 തരം സെല്ലുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഡ്രൈ സെൽ, മെർക്കുറി സെൽ, നിക്കൽ കാഡ്മിയം സെൽ, ലിഥിയം അയൺ സെൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രൈ സെൽ എന്തിലൊക്കെ ഉപയോഗിക്കുന്നത്? റേഡിയോ, ക്യാമറ, ക്ലോക്ക്. റേഡിയോ, ക്യാമറ, ക്ലോക്ക് ഇത് 3ലുമാണ് ഡ്രൈ സെൽ യൂസ് ചെയ്യുന്നത്. മെർക്കുറി സെൽ ഉപയോഗിക്കുന്നത് വാച്ചുകളിലും കാൽക്കുലേറ്ററിലുമാണ്. വാച്ചുകളിലും കാൽക്കുലേറ്ററിലും ആ ചെറിയൊരു ബാറ്ററി കണ്ടിട്ടില്ലേ? അടുത്തത് നിക്കൽ കാഡ്മിയം സെൽ ഉപയോഗിക്കുന്നത് റീചാർജ് ചെയ്യുന്ന ടോർച്ചുകളിൽ ഉപയോഗിക്കുന്നതാണ് നിക്കൽ കാഡ്മിയം സെൽ. ഇനി മൊബൈൽ ഫോണിലും ലാപ്ടോപ്പുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന സെൽ ഏതാണ്? ലിഥിയം അയൺ സെല്ലാണ്. ലിഥിയം അയൺ സെൽ. അപ്പോൾ ഇങ്ങനെ 4 സെല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് സെല്ല് തന്നിട്ട് ഏത് ഉപകരണമാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഉപകരണങ്ങൾ തന്നിട്ട് അതിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണെന്ന് ചോദിക്കാം. 2 രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാർട്ട് 2 ആണ് ഇപ്പോൾ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള. പാർട്ട് 1 ചാനലിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. പിന്നെ ഇപ്പോൾ ഒരുവിധം എല്ലാ PSC എക്സാമുകളിലും SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് മൊത്തം കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തരുന്ന ഓരോ ക്ലാസ്സസിലും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും എടുത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോന്നിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ക്ലാസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ക്ലാസ്സസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചാനലുകളിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏതാണോ കാണുന്നത് അല്ലെങ്കിൽ ഏത് ക്ലാസ് ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിജയം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.